എത്ര ശ്രമിച്ചിട്ടും ജോലി ശരിയാകുന്നില്ലേ? നിങ്ങളുടെ കഴിവല്ല, റെസ്യൂമെ ആയിരിക്കും പ്രശ്നം. ഇതിനൊരു പരിഹാരം കണ്ടുപിടിച്ചാലോ? ജനഹിതം 24x7 എല്ലാവർക്കും സ്വാഗതം. ഒരു നല്ല റെസ്യൂമെ എന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഒരു പരസ്യം പോലെയാണ്. വെറും 6 മുതൽ 8 സെക്കൻഡ് കൊണ്ട് നിങ്ങളെ ഒരു ജോലിക്ക് വിളിക്കണോ വേണ്ടയോ എന്ന് ഒരു റിക്രൂട്ടർക്ക് തോന്നണം. അതാണ് ഒരു റെസ്യൂമയ്ക്ക് ഉണ്ടാകേണ്ട ക്വാളിറ്റി. നിങ്ങളുടെ റെസ്യൂമെ മോശമാണെങ്കിലോ പഴയതാണെങ്കിലോ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ അയക്കുന്ന ഒന്നാണെങ്കിലോ എത്ര മിടുക്കനാണെങ്കിലും നിങ്ങളുടെ അപേക്ഷ ശ്രദ്ധിക്കപ്പെടാതെ പോകാം. ഇന്നത്തെ വീഡിയോയിൽ ജോലി സാധ്യത കൂട്ടുന്ന പുതുമയുള്ള റെസ്യൂമെ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് വിശദീകരിക്കുന്നത്. എന്താണ് ഒരു മികച്ച റെസ്യൂമെ എന്നത് ആദ്യം നോക്കാം. മനസ്സിലാക്കാൻ എളുപ്പമുള്ളതായിരിക്കണം എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യർക്ക് മാത്രമല്ല, കമ്പ്യൂട്ടർ സംവിധാനങ്ങൾക്കും ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കണം. ചെയ്ത ജോലികളെക്കുറിച്ച് പറയുന്നതിനൊപ്പം തന്നെ നിങ്ങൾ നേടിയെടുത്ത നേട്ടങ്ങൾ കൂടി ഉൾപ്പെടുത്താനും ശ്രദ്ധിക്കണം. അപ്ലൈ ചെയ്യുന്നത് ഏത് ജോലിക്ക് വേണ്ടിയാണോ ആ ജോലിക്ക് അനുയോജ്യമായി തയ്യാറാക്കിയതായിരിക്കണം റെസ്യൂമെ. അല്ലാതെ എല്ലാ കമ്പനികളിലേക്കും ഒരുപോലെ അയക്കരുത്. റിക്രൂട്ടർമാരും ATS സംവിധാനങ്ങളും പ്രധാനമായും നോക്കുന്നത് റെസ്യൂമയിലെ കീവേഡുകൾ, ഘടന, നിങ്ങളുടെ നേട്ടങ്ങൾ എന്നിവയാണ്. അല്ലാതെ ആകർഷകമായ ചിത്രമോ ലോങ് സ്റ്റോറിയോ ഒന്നും റെസ്യൂമയിൽ ഉൾപ്പെടുത്തുന്നത് വലിയ ഗുണം ചെയ്യില്ല. നിങ്ങളുടെ ലക്ഷ്യം 1-2 പേജുകളിലെ ഇൻഫർമേഷനിലൂടെ എന്തുകൊണ്ട് ഈ കമ്പനി എന്നെ വിളിക്കണം എന്നത് കാണിക്കുകയായിരിക്കണം. ഇതിനായി ആദ്യം ചെയ്യേണ്ടത് ശരിയായ ഫോർമാറ്റ് തിരഞ്ഞെടുക്കുക എന്നതാണ്. 3 സാധാരണ ഫോർമാറ്റുകളുണ്ട്. ഒന്ന് ക്രോണോളജിക്കൽ ഓർഡറിലുള്ളതാണ്. നിങ്ങൾ സ്ഥിരമായി വർക്ക് ഹിസ്റ്ററി ഉള്ള ആളാണെങ്കിൽ ഇത് ഏറ്റവും നല്ല ഓപ്ഷനാണ്. ഏറ്റവും പുതിയ ജോലി ഏതാണെന്നതാണ് ആദ്യം കൊടുക്കേണ്ടത്. അടുത്തത് ഫങ്ഷണൽ ഓർഡറിലുള്ളതാണ്. നിങ്ങളുടെ കഴിവുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതിയിലാണ് ഈ ഫോർമാറ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് തുടർച്ചയായി വർക്ക് ഹിസ്റ്ററി ഇല്ലെങ്കിൽ ഈ ഫോർമാറ്റ് ഗുണകരമാണ്. അതുപോലെ തന്നെ ഒരു പുതിയ മേഖലയിലേക്ക് മാറാൻ ശ്രമിക്കുകയാണെങ്കിലും ഇത് നല്ലതാണ്. അടുത്തത് കോമ്പിനേഷൻ ഓർഡറിലുള്ളതാണ്. കഴിവുകളും എക്സ്പീരിയൻസും ഒരുപോലെ എടുത്തു കാണിക്കാൻ ഇത് അനുയോജ്യമാണ്. ഇതിൽ ഏത് ഫോർമാറ്റ് തിരഞ്ഞെടുത്താലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. 1 കോളം ലേഔട്ട് ഉപയോഗിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. കോംപ്ലക്സ് ആയ ഒന്നിലധികം കോളങ്ങളുള്ള ഡിസൈനുകൾ ഒഴിവാക്കുക. അതുപോലെ പ്രൊഫഷണൽ ഫോണ്ട് ഉപയോഗിക്കുക. ടൈറ്റിലുകൾക്ക് മാത്രം വലിപ്പം കൂട്ടി നൽകുക. ലളിതമായ ഫോർമാറ്റിംഗ് തന്നെയാണ് എപ്പോഴും നല്ലത്. ബുള്ളറ്റ് പോയിന്റുകൾ, അലൈൻമെന്റ്, സ്പേസിംഗ് എന്നിവ കൃത്യമായിരിക്കണം. ഏറ്റവും മുകളിൽ ബേസിക് ഇൻഫർമേഷൻസ് വേണം നൽകാൻ. നിങ്ങളുടെ ഹെഡറിൽ ഇവ ഉൾപ്പെടുത്തണം. ഫുൾ നെയിം ബോൾഡ് ലെറ്റേഴ്സിൽ നൽകാനും ശ്രദ്ധിക്കുക. ഫോൺ നമ്പർ, പ്രൊഫഷണൽ ഇമെയിൽ ID, നിങ്ങളുടെ ടൗൺ, രാജ്യം എന്നിവ നിർബന്ധമായും ഉൾപ്പെടുത്തുക. ലിങ്ക്ഡിൻ പ്രൊഫൈൽ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ലിങ്ക് എന്നിവയും ഉൾപ്പെടുത്താവുന്നതാണ്. ഇത് ഓപ്ഷണലാണ്. ഫുൾ അഡ്രസ്, വിവാഹിതരാണോ അല്ലയോ എന്ന വിവരം, ആവശ്യമില്ലാത്ത വ്യക്തിഗത വിവരങ്ങൾ എന്നിവയൊന്നും ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാനാണിത്. സമ്മറി ആഡ് ചെയ്യുമ്പോൾ വെല്ലുവിളി നിറഞ്ഞ ജോലി അന്വേഷിക്കുന്നു എന്ന രീതിയിലൊക്കെ ഇംപ്രസ് ചെയ്യാനായി എഴുതുന്നതിന് പകരം 3-4 വരികളുള്ള ഒരു പ്രൊഫഷണൽ സമ്മറി എഴുതുന്നതാണ് നല്ലത്. ഈ സമ്മറി നിങ്ങളെ എന്തിനാണ് ഈ ജോലിക്ക് പരിഗണിക്കേണ്ടതെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ റിക്രൂട്ടർക്ക് മനസ്സിലാക്കാനും ബാക്കി ഭാഗം വായിക്കാൻ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കും. അടുത്തതായി, സ്ട്രോങ് ആയ രീതിയിൽ നിങ്ങൾക്ക് ഈ ജോലി അറിയാമെന്ന് വെളിപ്പെടുത്തേണ്ട ഭാഗമാണ്. ഇതാണ് നിങ്ങളുടെ റെസ്യൂമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഓരോ ജോലിയെക്കുറിച്ചും, ജോലി ചെയ്ത സ്ഥാനം, കമ്പനിയുടെ പേര്, സ്ഥലം, ജോലി ചെയ്ത കാലയളവ്, നിങ്ങളുടെ നേട്ടങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും വിവരിക്കുന്ന ബുള്ളറ്റ് പോയിന്റുകൾ തുടങ്ങിയവയാണ് ഈ ഏരിയയിൽ നൽകേണ്ടത്. ഇനിയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ഓരോ ജോലിക്കും അനുസരിച്ച് റെസ്യൂമെ മാറ്റി എഴുതുക എന്നതാണിത്. എല്ലാ ജോലികൾക്കും ഒരേ റെസ്യൂമെ അയക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റുകളിലൊന്ന്. പകരം ജോലി വിവരം ശ്രദ്ധയോടെ വായിച്ച് പ്രധാന കഴിവുകളും കീവേഡുകളും കണ്ടെത്തുക. നിങ്ങളുടെ കഴിവുകളും അനുഭവ പരിചയവും ഈ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടുത്തുക. കള്ളം പറയാതെ ഇക്കാര്യം ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി പ്രത്യേക സ്കിൽസ് വിഭാഗം കൂടി ചേർക്കണം. ടെക്നിക്കൽ അല്ലെങ്കിൽ ഹാർഡ് സ്കിൽസ് ഇവിടെ ഉൾപ്പെടുത്താം. ഉദാഹരണത്തിന് എക്സൽ, പൈത്തൺ, ടാലി, ഓട്ടോകാഡ്, SEO, ജാവ, ഫോട്ടോഷോപ്പ് തുടങ്ങിയവയൊക്കെ ഇവിടെ ഉൾപ്പെടുത്താവുന്നതാണ്. സോഫ്റ്റ് സ്കിൽസ് കൂടി അടുത്തതായി ചേർക്കാവുന്നതാണ്. ഉദാഹരണത്തിന് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നേതൃത്വ ഗുണം, ടീം വർക്ക്, പ്രോബ്ലം സോൾവിംഗ് തുടങ്ങിയ സ്കിൽസ് ഇവിടെ ഉപയോഗിക്കാം. ഇക്കൂട്ടത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്ന ജോലിക്ക് പ്രസക്തമായ കഴിവുകൾ മാത്രം ഉൾപ്പെടുത്തുക. നിങ്ങൾക്കറിയാവുന്ന എല്ലാം ഉൾപ്പെടുത്തുന്നത് ബുദ്ധിയല്ല. എഡ്യൂക്കേഷൻ, സർട്ടിഫിക്കേഷനുകൾ എന്നിവയും ആഡ് ചെയ്യാൻ മറക്കരുത്. ഡിഗ്രി പഠിച്ചയാളാണെങ്കിൽ സർവകലാശാലയുടെ പേര്, സ്ഥലം, പഠനം പൂർത്തിയാക്കിയ വർഷം എന്നിവയ്ക്കൊപ്പം മാർക്കിന്റെ ശതമാനം, പ്രധാന പ്രോജക്റ്റുകൾ, നേടിയ അംഗീകാരങ്ങൾ എന്നിവയും ചേർക്കാം. ഉയർന്ന സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ മാർക്ക് മെൻഷൻ ചെയ്യേണ്ടതുള്ളൂ. നിങ്ങളുടെ ഭാഷാ പ്രാവീണ്യം കൂടി ഉൾപ്പെടുത്താവുന്നതാണ്. പരമാവധി 1 പേജിൽ വിവരങ്ങൾ ഒതുക്കാൻ ശ്രദ്ധിക്കുക. ധാരാളം വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ മാത്രം 2 പേജുകൾ ഉപയോഗിക്കാം. കൂടുതൽ ഗ്രാഫിക്സ്, കോംപ്ലക്സ് ആയ ടേബിളുകൾ, അൺപ്രൊഫഷണൽ ഫോണ്ടുകൾ എന്നിവ ഒരിക്കലും ഉപയോഗിക്കരുത്. ഒപ്പം നീണ്ട പാരഗ്രാഫുകളും വലിയ ടെക്സ്റ്റ് ബ്ലോക്കുകളും ഒഴിവാക്കി ബുള്ളറ്റ് പോയിന്റുകൾ ഉപയോഗിക്കുക. വർണ്ണാഭമായ ഡിസൈനുകളും ഒഴിവാക്കണം.
റെസ്യൂമെ PDF ആയി സേവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഓർക്കുക. ഇനി ഏറ്റവും പ്രധാനമായി തെറ്റുകളില്ലാതെ നോക്കാനും ഓർക്കേണ്ടതുണ്ട്. അക്ഷരത്തെറ്റുകളും ഗ്രാമർ മിസ്റ്റേക്കുകളും ഉണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. അപ്ലൈ ചെയ്യും മുമ്പേ എപ്പോഴും പ്രൂഫ് റീഡ് ചെയ്യുകയും സ്പെൽ ചെക്ക് പോലുള്ളവ ഉപയോഗിക്കുകയും ചെയ്യുക. ഒരു ചെറിയ അക്ഷരത്തെറ്റ് പോലും മോശം റിവ്യൂവിന് കാരണമാകും. മറ്റാരെങ്കിലും കൊണ്ട് നിങ്ങളുടെ റെസ്യൂമെ പരിശോധിപ്പിക്കുന്നതിലൂടെയും തെറ്റുകൾ ഇല്ലാതാക്കാനാകും. ഒരു മികച്ച റെസ്യൂമെ എങ്ങനെ തയ്യാറാക്കണമെന്ന് മനസ്സിലായി കാണുമല്ലോ. ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, മറുപടി വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ജനഹിതം 24/7 സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം.